ലോകകപ്പ് ഫുട്ബോൾ വേദിയിൽ ചരിത്രത്തിലാദ്യമായ ഒരു ഗോൾ നേട്ടത്തിന്റെ വന്യമായ ആഹ്ലാദത്തിൽ ആഫ്രിക്കൻ കരുത്തരായ കോങ്കോ ആറാടുമ്പോൾ ലോകത്തെ 5-ാം നമ്പർ ടീമായ പോർച്ചുഗൽ അക്ഷരാർത്ഥത്തിൽ നാണം കെട്ട് നിൽക്കുകയാണ്. ചരിത്രത്തിൽ ഇന്നേ വരെ ലോകകപ്പിൽ ഒരു ഗോൾ പോലും നേടിയിട്ടില്ലാത്ത കോങ്കോയ്ക്ക് മുന്നിലാണ് പോർച്ചുഗലിന്റെ വമ്പന്മാർ അടിയറവ് പറഞ്ഞത്. ചരിത്രത്താളുകളിൽ സ്വന്തം പേര് ഒന്നുകൂടി സ്വർണ്ണലിപികളിൽ എഴുതി ചേർക്കണമെന്ന അതിയായ ആഗ്രഹത്തോടെ കടുത്ത സമ്മർദ്ദത്തിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ടണലിലൂടെ മൈതാനത്തേക്ക് നടന്നു നീങ്ങിയത്. രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതിന്റെ വലിയ ആശങ്ക റൊണാൾഡോയ്ക്കുണ്ടെന്ന് മത്സരത്തിന്റെ തലേന്ന് സഹതാരം ബ്രൂണോ ഫെർണാണ്ടസ് പറഞ്ഞത് എത്രത്തോളം ശരിയാണെന്ന് അടിവരയിടുന്നതായിരുന്നു മത്സരം. മറുവശത്ത് ചിരവൈരിയായ ലയണൽ മെസ്സി ഹാട്രിക്കുമായി അമേരിക്കയാകെ ആവേശത്തിലാഴ്ത്തി വാഴ്ത്തുമ്പോഴാണ് ഇവിടെ റൊണാൾഡോ തന്റെ നിഴൽ മാത്രമായി ഒതുങ്ങിപ്പോയത്. ടൂർണമെന്റിന്റെ ഔദ്യോഗിക ബിയറിന്റെ പരസ്യങ്ങളിൽ ബ്രാൻഡ് അംബാസഡറായി ഉയർന്ന ക്ലാസോടെ മെസ്സി തിളങ്ങിയപ്പോൾ തന്റെ തന്നെ പ്ലാസ്റ്റിക് മാതൃകളുടെ പരസ്യങ്ങളാണ് റൊണാൾഡോയ്ക്ക് പ്രത്യക്ഷപ്പെടേണ്ടി വന്നത്. 38-കാരനായ അർജന്റീനിയൻ താരം അമേരിക്കയിൽ തരംഗമാകുമ്പോൾ 41-കാരനായ പറങ്കികളുടെ നായകന്റെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന പ്രകടനമാണ് കോങ്കോയ്ക്കെതിരെ റൊണാൾഡോ പുറത്തെടുത്തത്. മത്സരത്തിലുടനീളം വെറും 25 തവണ മാത്രം പന്ത് തൊട്ട റൊണാൾഡോയ്ക്ക് 3 ഷോട്ടുകൾ മാത്രമാണ് ഉതിർക്കാനായത്. അതിലൊന്നുപോലും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ താരത്തിന് സാധിച്ചുമില്ല. ലിസ്ബൺ മുതൽ പോർട്ടോ വരെയുള്ള പോർച്ചുഗൽ ആരാധകർക്കിടയിൽ താരത്തിന്റെ സെലക്ഷനെ കുറിച്ച് വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും 7-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് സ്റ്റേഡിയത്തിലെത്തിയ ആയിരക്കണക്കിന് ആരാധകർ റൊണാൾഡോ പന്ത് തൊട്ടപ്പോഴൊക്കെയും വലിയ ആവേശത്തിലായിരുന്നു. പ്രതിരോധക്കാരെ ആശയക്കുഴപ്പത്തിലാക്കാനും ഓഫ് സൈഡ് കെണിയിൽ വീഴ്ത്തി കോങ്കോ താരങ്ങളെ പിന്നിലേക്ക് വലിക്കാനും റൊണാൾഡോ ആദ്യ പകുതിയിൽ ശ്രമിച്ചെന്നത് മാത്രമാണ് റൊണാൾഡോയുടെ ഭാഗത്തുനിന്നുണ്ടായ ഏക ആശ്വാസം. എന്നാൽ അതിനപ്പുറം മത്സരത്തിൽ റൊണാൾഡോയുടെ വലിയ സംഭാവനകൾ വെറും പ്രതീകാത്മകം മാത്രമായിരുന്നു. ബെർണാഡോ സിൽവയ്ക്ക് മഞ്ഞക്കാർഡ് നൽകിയ ഖത്തറി റഫറിയോട് തർക്കിക്കുന്ന റൊണാൾഡോയെയാണ് മൈതാനത്ത് കണ്ടത്. 2-ാം പകുതിയിൽ പകരക്കാരനായി വന്ന ഫ്രാൻസിസ്കോ കോൺസിസാവോ പെനാൽറ്റി ബോക്സിന്റെ വലതുഭാഗത്ത് നൽകിയ മികച്ചൊരു പാസ് റൊണാൾഡോയ്ക്ക് ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും ഒരു അവസരം കൂടി കോൺസിസാവോ ഒരുക്കിയെങ്കിലും അതും പാഴാക്കുകയായിരുന്നു. ആ നിമിഷങ്ങളിൽ ഗ്യാലറിയിൽ നിന്നും റൊണാൾഡോയ്ക്കുള്ള മന്ത്രങ്ങൾ ഉയർന്നു കേട്ടെങ്കിലും ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന നായകന്റെ മുഖത്ത് കടുത്ത നിരാശയും വേദനയും മാത്രമാണ് ദൃശ്യമായത്. പോർച്ചുഗലിനെ വിജയിക്കാൻ റൊണാൾഡോയെ മാറ്റി വേഗതയും ശാരീരികക്ഷമതയുമുള്ള മറ്റൊരു താരത്തെ ഇറക്കേണ്ടത് അനിവാര്യമായിരുന്നിട്ടും അതിനുള്ള വിവേകം കോച്ച് കാട്ടിയില്ല. കളി തീരാൻ 7 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ PSG സ്ട്രൈക്കർ ഗോൺസാലോ റാമോസിനെ കളത്തിലിറക്കിയപ്പോൾ റൊണാൾഡോയ്ക്ക് പകരം വിറ്റിൻഹയെയാണ് കോച്ച് പിൻവലിച്ചത്. യുക്തിക്ക് നിരക്കാത്ത ഈ തീരുമാനം ആരാധകരെയും ഫുട്ബോൾ പണ്ഡിതന്മാരെയും ഒരേപോലെ അത്ഭുതപ്പെടുത്തി. എന്നിരുന്നാലും തന്റെ നായകനെ പൂർണ്ണമായും ന്യായീകരിക്കുന്ന നിലപാടാണ് കോച്ച് റോബർട്ടോ മാർട്ടിനസ് മത്സരശേഷം സ്വീകരിച്ചത്. റൊണാൾഡോയ്ക്ക് പന്തെത്തിക്കുന്നതിൽ മധ്യനിര പരാജയപ്പെട്ടു എന്നാണ് കോച്ചിന്റെ വാദം. കോങ്കോ 6 പ്രതിരോധക്കാരുമായി കളിച്ചപ്പോൾ റൊണാൾഡോയെപ്പോൾ ഒരു താരത്തിന്റെ സാന്നിധ്യം അനിവാര്യമായിരുന്നുവെന്നും ഗോളുകൾ ആവശ്യമുള്ളപ്പോൾ അദ്ദേഹത്തെ മാറ്റുന്നത് ബുദ്ധിയല്ലെന്നും മാർട്ടിനസ് പറഞ്ഞു. എന്നാൽ ആദ്യ പകുതിയിൽ ജോവോ നെവസിന്റെ ഹെഡറിലൂടെ മുന്നിലെത്തിയ ശേഷം പോർച്ചുഗൽ കളിയിലെ വീര്യം പൂർണ്ണമായും കൈവിട്ട നിലയിലായിരുന്നു. കോങ്കോയാകട്ടെ മികച്ച വേഗതയിലും കൃത്യമായ പന്ത് നിയന്ത്രണത്തിലും പോർച്ചുഗലിനെ വിറപ്പിച്ചു. കഴിഞ്ഞ സീസണിൽ ന്യൂകാസലിനായി ഒരൊറ്റ ഗോൾ മാത്രം നേടിയ യോവാനെ വിസിയായിരുന്നു കോങ്കോയുടെ ആക്രമണങ്ങളുടെ അമരക്കാരൻ. 35-കാരനായ സെഡ്രിക് ബകാംബുവും പോർച്ചുഗൽ പ്രതിരോധത്തെ പലപ്പോഴും നിഷ്പ്രഭമാക്കി. ഒടുവിൽ തോമസ് അറൗജയുടെ പ്രതിരോധ പിഴവിൽ നിന്നും ആർത്തർ മെസുവാക്കു നൽകിയ ക്രോസ് സ്വീകരിച്ച് വിസ നേടിയ ഗോൾ പോർച്ചുഗലിന് കനത്ത പ്രഹരമായി. മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ലഭിച്ച കോർണർ കിക്ക് തനിക്ക് നൽകാൻ റൊണാൾഡോ ആംഗ്യം കാണിച്ചെങ്കിലും പന്ത് അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി. കളി അവസാനിച്ചുടൻ സഹതാരങ്ങളെ പോലും തിരിഞ്ഞു നോക്കാതെ റൊണാൾഡോ ടണലിലേക്ക് നടന്നു നീങ്ങി. പിന്നീട് പെട്ടെന്ന് ബോധോദയം ഉണ്ടായതുപോലെ താരം തിരികെ വന്നെങ്കിലും കളി കഴിഞ്ഞ് സഹതാരങ്ങൾ ആരാധകരെ അഭിവാദ്യം ചെയ്യാനായി നീങ്ങിയപ്പോൾ റൊണാൾഡോ അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അപ്പോഴേക്കും മൈതാനം വിട്ടിരുന്നു. എന്നാൽ മാധ്യമ അഭിമുഖങ്ങളുടെ തിരക്കിലായതിനാലാണ് താരം മാറിയതെന്നാണ് കോച്ച് നൽകിയ വിശദീകരണം. എന്തായാലും വരും ദിവസങ്ങളിൽ പോർച്ചുഗൽ ക്യാമ്പിൽ വലിയ പുകിലുകൾക്ക് ഈ മത്സരം കാരണമാകുമെന്ന് ഉറപ്പാണ്. മാത്രമല്ല 41-കാരനായ റൊണാൾഡോയുടെ ആരോഗ്യത്തെ സംബന്ധിച്ചും പ്രായത്തെ സംബന്ധിച്ചും ചർച്ചകൾ നടക്കുന്നുമുണ്ട്.